പ്രൈസല്ലോ, ഹല്ലേലൂയ. അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 30-31 വചനഭാഗം. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്ന് പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്ന് ലോകം അറിയട്ടെ. എഴുന്നേൽപ്പിൻ, നാം പോവുക. ഇവിടെ യേശു കർത്താവ് ലോകത്തിന്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിക്കേണ്ടതിന്, കാരണം പിശാചിന് ഒരു കാര്യമില്ല എങ്കിൽ പോലും പിശാചിനെ തോൽപ്പിക്കേണ്ടതിനാണ് യേശു പറഞ്ഞത് ലോകത്തിന്റെ പ്രഭുവായ സാത്താനെ എന്ന് ചിത്രീകരിക്കുവാൻ കർത്താവ് ഇടയാക്കിയത്. അവനെ തോൽപ്പിക്കേണ്ടതിനാണ്. എങ്ങോട്ടാ യേശു പോയതെന്ന് അറിയാമോ? ഗെത്സമേൻ തോട്ടത്തിലേക്ക്. യേശുവിന്റെ പോക്ക് ഗെത്സമേൻ തോട്ടത്തിലേക്ക്. അവിടെ പിശാചിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥനയുടെ ആയുധം ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോകുമ്പോ അവരിൽ നിന്നൊരു കല്ലേറ് ദൂരെ മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. വരാനിരിക്കുന്ന വലിയ പീഡനത്തിന്റെ നടുവിൽ ആ ക്രൂശിത മരണം അനുഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി ക്രൂശിൽ അവയുടെ മേൽ ജയം കൊണ്ടാടേണ്ടതിന്, ജയോത്സവം ആഘോഷിക്കേണ്ടതിന്, നമുക്ക് പ്രതികൂലവും നമുക്ക് എതിരായിരിക്കുന്ന സകല കയ്യെഴുത്തുകളെയും മായ്ച്ച് ക്രൂശിൽ തറച്ച അവയിൽ നിന്ന് നീക്കിക്കളയേണ്ടതിന്, എന്നേക്കുമായി നമുക്ക് വിരോധമായിരിക്കുന്ന സകലതും കാൽവരി ക്രൂശിൽ മായ്ച്ചു കളയേണ്ടതിന് ഗെത്സമേൻ തോട്ടത്തിൽ മുട്ടിന്മേൽ വീണ് ശരീരത്തിലൂടെ ഒഴുകുന്ന വേർപ്പ് തുള്ളി, രക്തത്തുള്ളി പോലെ നിലത്തു വീഴുന്ന വിധത്തിൽ പിതാവുമായിട്ടുള്ള ഒരു ഗാഢബന്ധം പുലർത്തിയ യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. യേശു പറയുക, എഴുന്നേൽക്കുക, നീ ആയിരിക്കുന്ന ഇടത്തു നിന്ന് എഴുന്നേൽക്കുക. പ്രാർത്ഥനയോടെ പിശാചിനെതിരെ ഇന്ന് നീ യുദ്ധം ചെയ്യുക. അവൻ അമർന്ന ശൃംഖം എന്ന പോലെ നിന്റെ ഭവനത്തിനു ചുറ്റും ആരെ വിഴുങ്ങണമെന്ന് അറിയാതെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക. പ്രാർത്ഥനയിൽ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, എന്നോടൊത്ത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉണർന്നിരിക്കാൻ കഴിയില്ലേ? പ്രലോഭകൻ വരും. അതിൽ അതിജീവിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ ഉണർവോടുകൂടെ എഴുന്നേൽക്കണം, കർത്താവിനോട് കൂടെ പോകണം, അവനോട് കൂടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന ഒരു ആത്മീയ ബോധ്യമാണ്, ആത്മീയ വെളിപ്പാടാണ്. നമ്മുടെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തണം. പ്രാർത്ഥിക്കാൻ മതിയായ വിധത്തിലുള്ള ഒരു ഒരുക്കം നമ്മുടെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ. പ്രാർത്ഥന ഒരു ജൽപ്പനമല്ല. പ്രാർത്ഥന പിതാവുമായിട്ട് കർത്താവായ യേശു നടത്തിയ ഗാഢബന്ധം എങ്ങനെ പുലർത്തിയോ അതുപോലെ ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിച്ച് എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം എൻ്റെ കാതുകളിൽ കേൾക്കുവാൻ തക്കവണ്ണം ഞാൻ കേൾക്കാനും, ഞാൻ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പറയാനും തയ്യാറായിട്ട് വേണം കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ. പിതാവിനോട് പറയുന്ന കാര്യം, പുത്രൻ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, അങ്ങയുടെ ഇഷ്ടം, കണ്ടോ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കാൻ, അത് അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ അത് വഹിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില പാനപാത്രങ്ങൾ അവന്റെ ഹിതപ്രകാരം ഉണ്ടെങ്കിൽ അത് വഹിക്കാൻ പത്രോസ് അങ്ങനെ അവന്റെ ജീവിതത്തിൽ അത് വഹിക്കാൻ ഇടവന്നത് ക്രിസ്തുവിനെ പ്രതിയ തടവറ അനുഭവത്തിലൂടെയും
ശരീരത്തെ മുഴുവനും ദണ്ഡിപ്പിക്കുന്ന വിധത്തിലും ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ പൗലോസ് തന്റെ ജീവിതം ഉരിഞ്ഞു വെച്ചെങ്കിൽ ഇന്ന് നമ്മളോട് കർത്താവ് പറയാം, നിങ്ങളും കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവന്റെ നാമത്തെ ആരാധിക്കണം. നമുക്ക് മുന്നിൽ വരുന്ന പ്രതികൂലങ്ങളെ, അല്പനേരത്തേക്കുള്ള കഷ്ടം അത് ലഘുവാണ്, കുറച്ചു നേരമേ ഉള്ളൂ, അതിജീവിക്കണം, ബലപ്പെടണം. എഴുന്നേൽക്ക്, പ്രാർത്ഥിക്ക്, ആരാധിക്ക്, അവന് നന്ദി പറയ്. പ്രഭാതത്തിൽ എല്ലാ പ്രതികൂലങ്ങളും നീങ്ങുന്നത് കാണാം, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് കാണാം, അനുഗ്രഹത്തിന്റെ കരം നമ്മുടെ ശിരസിൽ വരുന്നത് കാണാം, ദൈവപ്രവൃത്തി കൊണ്ട് നിറയുന്നത് കാണാം, ദൈവശക്തി നമ്മുടെ മേൽ വെളിപ്പെടുന്നത് കാണാം. കർത്താവേ, നിന്റെ ശക്തിയുള്ള കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.